അന്ന് മദ്രാസിൽ മലയാള സിനിമകൾ വിരളമായി മാത്രമേ റിലീസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ചിത്രങ്ങളോ മലയാള സിനിമകളോ തിയേറ്ററിൽ നിന്നും അധികം കാണാൻ കഴിയാറില്ല. വടക്കൻ വീരഗാഥ ആ വർഷം ഏപ്രിൽ ഇറങ്ങി തരംഗമായി. അതോടെ ഞങ്ങൾ കുട്ടികളിടയിലെ പ്രധാന ചർച്ച മമ്മൂക്ക ഇടുന്ന ഡ്രസ്സിനെ പറ്റിയും അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിനെ പറ്റിയുമൊക്കെയായി. ആയിടെയാണ് സ്കൂളിലെ ഓണാഘോഷം വന്നത്. നഗരത്തിലെ പ്രധാന സ്കൂളായതിനാൽ എല്ലാ വർഷവും സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതിഥികളായി എത്തും. ആ വർഷത്തെ അതിഥിയായി നിശ്ചയിച്ചത് മമ്മൂക്കയും ഭരതരാജയുമായിരുന്നു. മമ്മൂക്ക വരുമെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്ക് ബെഞ്ചുകൾ ചില പ്ലാനുകൾ തയ്യാറാക്കി. അദ്ദേഹം മൈക്കിനടുത്തെത്തി സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷം എല്ലാവരും ഒന്നിച്ച് കൈയടിക്കണമെന്നായിരുന്നു പദ്ധതി. കാരണം അദ്ദേഹത്തിന്റെ സൗന്ദര്യമോ പേഴ്സണാലിറ്റിയോ ഒന്നുമല്ല അന്ന് എന്നെയും സുഹൃത്തുക്കളെയും ആകർഷിച്ചത്, മറിച്ച് ശബ്ദമായിരുന്നു. അത്രയും ഭംഗിയുള്ള ശബ്ദം അന്ന് മറ്റൊരു നടനിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല.